വൈദിക വേഷം ചമഞ്ഞുള്ള തട്ടിപ്പിന് പിന്നാലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് വീണ്ടും പണം തട്ടിയ യുവാവ് അറസ്റ്റിൽ. കട്ടപ്പന വെട്ടിക്കുഴക്കവല പുളിക്കത്തറയിൽ ശ്രീരാജിനെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 18കാരനായ ഇയാൾ സ്ത്രീകൾ ഉൾപ്പെടെ 10ഓളം പേരുടെ കയ്യിൽ നിന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായാണ് പോലീസ് പറയുന്നത്. മുൻപ് ഇയാൾ വൈദികൻ ചമഞ്ഞും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. വൈദിക വേഷത്തിൽ നിൽക്കുന്നതും കുർബാന നൽകുന്നതുമായ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചാണ് തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതിയായ അസാപ്പിന്റെ പേരിലും പണം തട്ടിയെടുത്തിരുന്നു. വീട്ടിലെ മുറിയിൽ നിന്നും പുറത്തിറങ്ങാത്ത ഇയാൾ 3 ഫോണുകളാണ് തട്ടിപ്പ് നടത്തുന്നതിനായി ഉപയോഗിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളം സ്വദേശിനിയിൽ നിന്നും 23,300 രൂപ തട്ടിയെടുത്തതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചിരുന്നു. വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിരുവനന്തപുരം സൈബർ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശ്രീരാജിനെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പണം തട്ടാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിന്റെ വ്യാജ പതിപ്പ് നിർമ്മിച്ചു. സോഷ്യൽ വർക്കർ തസ്തികയിലേക്കുള്ള നിയമനവുമായി ബന്ധപ്പെട്ട സർക്കുലറിന്റെ അതേ പതിപ്പ് ഫോൺ നമ്പരും ഇമെയിലും വിലാസവും മാറ്റിയ ശേഷം വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും പ്രചരിപ്പിക്കുകയായിരുന്നു. കൂടാതെ തട്ടിപ്പിനായി 3 മൊബൈൽ ഫോണുകളും 4 സിം കാർഡുകളും ഉപയോഗിച്ചു. ഇവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ അപേക്ഷ ഇയാളുടെ ഇമെയിൽ വിലാസത്തിലാണ് ലഭിച്ചത്. തുടർന്ന് ശ്രീരാജ് അപേക്ഷകരെ ഫോണിൽ ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ധരിപ്പിച്ചു. പിന്നീട് ഓഫീസിലെ ഉദ്യോഗസ്ഥനാണെന്നും സൂപ്രണ്ടാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് മറ്റ് നമ്പറുകളിൽ നിന്ന് അപേക്ഷകരെ ബന്ധപ്പെട്ടു. ട്രഷറി അവധിയാണെന്ന് വിശ്വസിപ്പിച്ച് സ്വന്തം അക്കൗണ്ടിലേക്ക് പണവും വാങ്ങിയെടുത്തു. പിന്നീട് അപേക്ഷകർ വിളിച്ചപ്പോൾ കിട്ടാതായതോടെയാണ് സൈബർ ക്രൈം പോലീസിന് പരാതി നൽകിയത്. നിലവിൽ 3 പേരാണ് ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത്. ഇവരിൽ നിന്ന് ആകെ 75,000 രൂപയോളം തട്ടിയതായാണ് വിവരം. കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.